കർണാടകയിലെ റൈച്ചൂരുള്ള ഒരു ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു ഓഫീസറിൻ്റെ KIS അദ്ദേഹത്തിൻ്റെ ഫാറ്റി ലിവർ തേർഡ് സ്റ്റേജിൽ നിന്ന് 3 മാസങ്ങൾ കൊണ്ട് എങ്ങനെ 0 സ്റ്റേജിലേക്ക് വന്നെന്നുള്ള ഒരു ഡയറ്ററി പ്രോട്ടോക്കോളാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫാറ്റി ലിവർ നമുക്കറിയാം, മദർ ഓഫ് ഓൾ ഡിസീസ് എന്ന് പറയും, കോൺസ്റ്റിപ്പേഷൻ. പക്ഷേ ഈ ഫാറ്റി ലിവറിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മദർ ഓഫ് ഓൾ ഡിസീസ് ഫാറ്റി ലിവറാണ്. ഈവൻ ഫാറ്റി ലിവറും ക്യാൻസറുമായിട്ട് ബന്ധമുണ്ട്. ഫാറ്റി ലിവറാണ് പ്രമേഹ രോഗത്തിൻ്റെ മൂല കാരണം. അതുപോലെ തന്നെ ഫാറ്റി ലിവറും ഹൃദ്രോഗവുമായിട്ട് വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ ഈ ഫാറ്റി ലിവറെ നമ്മൾ ഒരിക്കലും നിസ്സാരവൽക്കരിക്കാൻ സാധിക്കത്തില്ല. 1980 സർവേ പ്രകാരം 100-ൽ 2% ആൾക്കാർക്ക് മാത്രമേ ഫാറ്റി ലിവർ ഉണ്ടായപ്പോൾ ഇന്ന് ഒരു 100 ലിവർ ഇഞ്ചുറി ഉള്ളവരില്ല ഒരു 10% പേർക്ക് മാത്രമേ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉള്ളൂ. 90% പേർക്കും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസോർഡർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാവരിലും സർവ്വസാധാരണമായതുകൊണ്ട് നമ്മളിതിനെ നിസ്സാരവൽക്കരിച്ചു. ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, കൊളസ്ട്രോളോ അല്ലെങ്കിൽ മാംസമോ കൊഴുപ്പോ നിറഞ്ഞ ഭക്ഷണമല്ല നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. വാറ്റ് എന്ന് പറയും, വിസറൽ അഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസോർഡർ, എക്ടോപിക് ഫാറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഫാറ്റ് 3 സൈറ്റിലാണ് അക്യുമുലേറ്റ് ചെയ്യാറുള്ളത്. ഒന്ന് ചർമ്മത്തിൻ്റെ അടിയിലും നമ്മുടെ ബട്ടക്സ് റീജിയയിലും, അതായത് ചന്തിയുടെ ഏരിയയിലുമാണ് ഫാറ്റ് അടിയുന്നത്. അതിന് സാറ്റ് എന്ന് പറയും, സബ് അഡിപ്പോസൈറ്റ് ടിഷ്യൂസ് എന്ന് പറയും. രണ്ടാമത്തത് നമ്മുടെ വയറ്റിലടിയും നമ്മുടെ അവയവങ്ങൾക്ക് ചുറ്റും പാൻക്രിയാസിൻ്റെയും ലിവറിൻ്റെയൊക്കെ ചുറ്റും ഒരു ഫാറ്റ്, മഞ്ഞ നിറത്തിലൊരു ഫാറ്റ് നമ്മൾ അടിയുന്നത് കാണുന്നുണ്ടല്ലോ. ഈ കോഴീനെയൊക്കെ കൊല്ലുമ്പോൾ നമുക്ക് കാണാം. അതിന് പറയുന്ന പേരാണ് വിസറൽ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയും. ഇനി മൂന്നാമത്തതുണ്ട്, ലിവറിൽ അടിയുന്ന ഒരു ഫാറ്റ് ഉണ്ട്, എക്ടോപിക് ഫാറ്റ് എന്ന് പറയും. അപ്പോൾ ഈ സബ്ക്യൂട്ടേനിയസ് അഡിപ്പോസ് ടിഷ്യൂ, അതായത് നമ്മുടെ ചർമ്മത്തിൻ്റെ അടിയിലും ബട്ടക്സ് റീജിയനിലും ഉള്ള ഫാറ്റ്, കൂടുതൽ സ്ത്രീകളിലാണ് അത് കൂടുതൽ കാണപ്പെടുന്നത്. അത് നമ്മുടെ ആരോഗ്യവും ആയുസ്സും വർദ്ധിപ്പിക്കും. പക്ഷേ വിസറൽ അഡിപ്പോസ് ടിഷ്യൂ, പുരുഷന്മാരിൽ കൂടുതൽ കാണപ്പെടുന്നത് വിസറൽ അഡിപ്പോസ് ടിഷ്യൂ ആണ്. അതായത് വയറ്റ് പ്രദേശത്താണ് ഈ ഫാറ്റ് അടിയുന്നത്. ഈ വാറ്റ് എന്ന് പറയുന്ന ഈ ഫാറ്റ് ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ ആയുസ്സിനെ കുറയ്ക്കും. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് 5 വർഷം ആയുസ് കൂടുതലുള്ളത്. വിസറൽ ഫാറ്റ്, ഈ വയറ്റിലടിയുന്ന ഫാറ്റ് കുറവാണെന്ന് 100 കണക്കിന് ഗവേഷണങ്ങളും തെളിയിച്ചിട്ടുണ്ട്. പുരുഷന്മാരിൽ ടോട്ടൽ ഫാറ്റിൻ്റെ, ബോഡിയിലുള്ള ടോട്ടൽ ഫാറ്റിൻ്റെ 20% വിസറൽ അഡിപ്പോസ് ടിഷ്യൂ ആണ്. സ്ത്രീകളിൽ അത് വെറും 5% മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ഈ കൊഴുപ്പ് കോശങ്ങൾ എന്ന് പറയുന്നത് വെറുതെ ഒരു എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഏരിയ മാത്രമേ അല്ല. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട് 100 കണക്കിന് ടോക്സിൻസും ചില ഹോർമോൺസും നമ്മുടെ കൊഴുപ്പ് കോശങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിട്ട്. അപ്പോൾ വിസറൽ ഫാറ്റ് എന്ത് ചെയ്യും? വിസറൽ ഫാറ്റ്, ഈ വയറ്റിലടിയുന്ന ഫാറ്റ് 100 കണക്കിന് കെമിക്കൽസിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ക്യാൻസർ മുതൽ മാരക രോഗങ്ങളിലേക്ക് നയിക്കുന്നതാണ്. ഞാനത് നിങ്ങൾക്ക് ജസ്റ്റ് കയറി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. വിസറൽ ഫാറ്റ് ആൻഡ് ഹോർമോൺസ് എന്നടിക്കാം, അല്ലെങ്കിൽ വിസറൽ ഫാറ്റ് ആൻഡ് ഇൻഫ്ലമേഷൻ എന്നടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഗവേഷണ പ്രബന്ധങ്ങളിലെ സ്റ്റഡീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇതേപോലെ പറഞ്ഞു, ഈ വയറ്റിൽ മാത്രമല്ല ഫാറ്റ് അടിയുന്നത്, ലിവറിനുള്ളിൽ അടിയും. ലിവറിൽ ഒരിക്കലും ഫാറ്റ് അടിയാൻ പാടില്ല. ഫാറ്റി ലിവർ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഫാറ്റിൻ്റെ അടിയാനുള്ളൊരു ലൊക്കേഷൻ അല്ല ലിവർ. നമ്മുടെ വീട്, ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ വീടിനകത്ത് ഓഫീസ് റൂം ഉണ്ടാവും, ബെഡ്റൂം ഉണ്ടാകാം, നമ്മുടെ വീടിന് അടുക്കള ഉണ്ടാകാം, ഗോഡൗൺ ഉണ്ടാകാം. അപ്പം ഈ സ്റ്റോർ ഹൗസിൽ വെച്ച സാധനം ഓഫീസ് റൂമിൽ കൊണ്ട് വെക്കാൻ പാടില്ല. അതേപോലെയാണ് നമ്മുടെ ശരീരത്തിലും. നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യേണ്ടത് കൊഴുപ്പ് കോശങ്ങളിലാണ്. പക്ഷേ ഈ കൊഴുപ്പ് കോശങ്ങളിൽ സ്റ്റോർ ചെയ്യേണ്ട ഫാറ്റ് നമ്മുടെ ലിവറിൽ ചിലപ്പം വന്ന് അടിയുന്നു. സ്റ്റോർ ഹൗസിലിരിക്കുന്ന ഗ്യാസ് കുറ്റിയും വിറകും അടുക്കി വെക്കുന്ന പോലെയാണ് ഈ ലിവറിൽ ഫാറ്റ് അടിയുന്നത്. ഈ ലിവറിൽ ഫാറ്റ് അടിയുന്നതോടെ നമ്മുടെ ശരീരം ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് കടക്കുകയും അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ടാണ് ഈ പ്രമേഹവും ഹൃദ്രോഗവും ഈവൻ പലതരത്തിലുള്ള ക്യാൻസറിൻ്റെ പോലും ആരംഭം. ഇതൊരു വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഞാൻ ഏകദേശം കഴിഞ്ഞ ദിവസം ഒരു കോൺഫറൻസിൽ 3 മണിക്കൂർ കൊടുത്ത ടോപ്പിക്സാണ് ഈ വാറ്റെന്ന്, വിസറൽ അഡിപ്പോസ് ടിഷ്യൂ, വാറ്റും അതുപോലെ എക്ടോപിക് ഫാറ്റ്, ലിവറിലെ ഫാറ്റിൻ്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ച് ഒരു 3 മണിക്കൂർ ഒരു ടോപ്പിക്ക് ഞാൻ ഡോക്ടേഴ്സിന് കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിങ് കൊടുത്തിരുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് വായിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ മനുഷ്യകുലത്തിൻ്റെ നരകതുല്യമാക്കുന്ന പല രോഗങ്ങളുടെ ആരംഭവും ഈ വിസറൽ ഫാറ്റിലും ലിവറിലെ ഫാറ്റിൽ നിന്നുമുള്ള ആരംഭമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ സുഹൃത്തിന്, അതായത് ഞാൻ പറഞ്ഞല്ലോ വളരെ ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്ന ഒരു KIS, കർണാടക അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് KIS ഒരു 10-30 വർഷം വർക്ക് ചെയ്യുമ്പോൾ അതിനെ IAS ആയിട്ട് അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഫാറ്റി ലിവർ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. തേർഡ് സ്റ്റേജിൽ നിന്ന് 0 സ്റ്റേജിലേക്ക് വന്നു. ഇവിടെ രസകരമായ വസ്തുത,
ഇദ്ദേഹത്തിൻ്റെ ഫാറ്റി ലിവറും വണ്ണം കുറയ്ക്കാനല്ല ഞാൻ ഈ ഡയറ്റ് കൊടുത്തത്. ഇദ്ദേഹം വർഷങ്ങളായിട്ട് 10 വർഷമായിട്ട് ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്ന് പറഞ്ഞ ഒരു അവസ്ഥ കൂടെ കടന്നു പോകുമായിരുന്നു. എന്ത് കഴിച്ചാലും വയറ്റിൽ ഗ്യാസും ബ്ലോട്ടിങ്ങും ലൂസ് മോഷനും. 35 വർഷമായി ഇദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. കാരണം അദ്ദേഹം പറഞ്ഞ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണെന്ന് പറഞ്ഞത്, വയറ്റിൽ ഫുഡ് ഡൈജസ്റ്റ് ആകാത്തത് കൊണ്ട് മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ എന്നെ ഒരു ദിവസം ഫോൺ വിളിച്ചു, ഞാനൊരു ഡയറ്റ് പറഞ്ഞു കൊടുത്തു. ഈ IBS മാറാനുള്ളൊരു ഡയറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തു. IBSന് കാരണം നമ്മുടെ ചെറുകുടലിൽ വളരുന്ന ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത് എന്ന് പറഞ്ഞ ഒരവസ്ഥയാണ്. അപ്പോൾ ഈ SIBO, ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓവർ ഗ്രോത്തിനെ കുറയ്ക്കാനുള്ള ഒരു ഡയറ്റാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അവിടെ 0 കാർബ് ഡയറ്റാണ്. അപ്പോൾ 0 കാർബ് വേറെ ഓപ്ഷൻ എന്താണ്? ചിക്കനും ഫിഷും എഗ്സും വെജിറ്റബിളും മാത്രമേ ഉള്ളൂ 0 കാർബുള്ള ഡയറ്റ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കഴിച്ചോളം പറഞ്ഞു. എത്ര കഴിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം, രാവിലെ 5 എഗ് വൈറ്റും 2 മുട്ടയും വെജിറ്റബിൾസും, ഉച്ചയ്ക്ക് ചിക്കനും ഫിഷോ വെജിറ്റബിൾസ്, 4 മണിക്ക് സൂപ്പ്, ബട്ടർ ഒഴിച്ചിട്ടുള്ള സൂപ്പ്, രാത്രിയിൽ വീണ്ടും ചിക്കനോ ഫിഷോ വെജിറ്റബിൾ. ഇതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഇദ്ദേഹം ഒരു 15-20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒപ്പം കുറച്ച് പ്രോബയോട്ടിക്സും ഹെർബ്സും ഞാൻ എഴുതി കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ എൻ്റെ 10 വർഷത്തെ IBS മാറി, ഗ്യാസും ബ്ലോട്ടിങ്ങും ഇല്ല, കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ മാരേജ് ഫിക്സ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞു വളരെ മെൻ്റലി സ്റ്റേബിളായി. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇനി പ്രശ്നമില്ല, ഈ പ്രശ്നം മാറിയിട്ടുണ്ടാവും, സാധാരണ ഫുഡ് കഴിച്ചോളാം പറഞ്ഞു. ഇല്ല ഡോക്ടറെ ഞാനൊരു 3 മാസം കൂടെ ട്രൈ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, 3 മാസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ അൾട്രാസൗണ്ട് അയച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഫാറ്റി ലിവർ 3ാമത്തെ സ്റ്റേജിൽ നിന്ന് 0 സ്റ്റേജിലേക്ക് വന്നു. കഴിച്ചത് വെറും മീറ്റും ഫിഷും ഫാറ്റും മാത്രമാണ് കഴിച്ചിട്ടുള്ളത്, വെജിറ്റബിൾസും വേറെ ഒന്നും അദ്ദേഹത്തിൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്കും ഒരു ക്യൂരിയസ് ആയി സത്യം പറഞ്ഞാൽ ഈ ഡയറ്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി. കാരണം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഡയറ്റിൻ്റെ പവർ കണ്ടു കഴിഞ്ഞപ്പം. ഞാൻ സാർ എന്താ കഴിച്ചെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഏകദേശം 1 കിലോ ചിക്കനാണ് അദ്ദേഹം എല്ലാ ദിവസവും മേടിച്ച് കഴിച്ചത്. എല്ലാ ദിവസവും 1 കിലോ ചിക്കൻ. അതേപോലെ തന്നെ കുറച്ച് ഫിഷും അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിച്ചു. പിന്നെ ഒരു 8 മുതൽ 10 വരെ മുട്ടയും വെജിറ്റബിൾസുമാണ് അദ്ദേഹം കഴിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു 10-15 കിലോ വെയിറ്റ് കുറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷങ്ങൾ കുറഞ്ഞ് ഈ ഒരു ഡയറ്റ് വെച്ച് IBS നിന്ന് പൂർണ്ണമായിട്ട് വിമുക്തി കിട്ടി. അതിനേക്കാളെല്ലാം ഇമ്പോർട്ടൻറ്റ് കാർബോഹൈഡ്രേറ്റ് ഇവിടെ ഒഴിവാക്കി എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ഇരിക്കുന്നത്. ഇനി എല്ലാവർക്കും ചിലപ്പോൾ 1 കിലോ ചിക്കനൊന്നും മേടിച്ച് കഴിക്കാൻ സാധിക്കത്തില്ല എല്ലാ ദിവസവും. പക്ഷേ ഇവിടുത്തെ ടേക്ക് ഹോം മെസ്സേജ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ലിവറിനുള്ള ഒറ്റ മൂല്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. കാരണം ഈ ഗ്ലൂക്കോസ്, നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസാണ് ലിവറിൽ വെച്ച് കൊഴുപ്പായിട്ട് മാറുന്നത്. അല്ലാതെ നമ്മുടെ ഭക്ഷണത്തിലെ കൊഴുപ്പല്ല ലിവറിൽ കൊഴുപ്പായിട്ട് അടിയുന്നത്. പശു പുല്ല് തിന്നുന്നു, പുല്ലിൽ കൊഴുപ്പില്ല, കൊളസ്ട്രോൾ ഇല്ല. കൊളസ്ട്രോളും കൊഴുപ്പും ഇല്ലാത്ത പുല്ല് തിന്നുന്ന പശു ഉൽപ്പാദിപ്പിക്കുന്ന പാലിൽ നെയ്യും വെണ്ണയും കൊളസ്ട്രോളും ഉണ്ട്. അത് എവിടെ നിന്ന് വന്നു? അത് ലിവറാണ്, നമ്മുടെ ശരീരമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസ് തന്നെയാണ് കൊളസ്ട്രോളും കൊഴുപ്പുമായിട്ട് നമ്മുടെ ശരീരത്തിൽ വെച്ച് പരിണമിക്കുന്നത്. അപ്പോൾ ഈ ഫാറ്റി ലിവറും അമിതവണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കണമെങ്കിലുള്ള ഏക ഒറ്റമൂലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് 3 മാസത്തേക്ക് 0% കൺസ്യൂം ചെയ്യുക. നല്ല ഫാറ്റും, അതായത് വെളിച്ചെണ്ണയും നെയ്യും റെഡ് മീറ്റും നട്ട്സുകളും വെളിച്ചെണ്ണയും കോക്കനറ്റെല്ലാം ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ ഒരു പ്രോട്ടോക്കോളിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് റിമാർക്കബിളായിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും.